നോമ്പു ചിന്ത 5-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഡോക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. ചോദ്യം ഒരു അവസരമാണ്. ദൈവം ഹവ്വയോട് നീ എന്താണ് ചെയ്തത് എന്ന ചോദ്യമുയർത്തുന്നത് അവൾ അനുതപിക്കും എന്ന വിവക്ഷയിലാണ്. പക്ഷേ അവൾക്കത് മനസ്സിലായില്ല. അനുതപിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ അവസരം കിട്ടുമെന്ന് അറിയില്ല. ഹെബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു: പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഹെബ്രായർ 12-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ ചിലർക്കത് മനസ്സിലാവില്ല. നമ്മൾ വീട്ടിലെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ആ ചോദ്യം. നമുക്ക് അനുതപിക്കാനുള്ള അവസരമാണ് അതിലൂടെ ദൈവം നൽകുന്നത്. എന്നാൽ അനുതപിക്കുന്നതിന് പകരം തെറ്റുകളെ ന്യായീകരിച്ച് നമ്മൾ അവരെ പ്രതിരോധിക്കും. കായൻ ചെയ്തതും അതുതന്നെ. ദാവീദ് പടനായകനായ ഉറിയായെ ചതിച്ചുകൊന്ന് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. ഹവ്വയോടും കായനോടും ചോദിച്ച പോലെ തന്നെയാണ് ദാവീദിനോടും ചോദ്യം. അത് നാഥാൻ പ്രവാചകൻ വഴി. എന്തുകൊണ്ട് നീ എൻ്റെ വചനമനുസരിക്കാതെ നീ തിന്മ ചെയ്തു? 2 സാമുവേൽ 12-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ കായൻ്റെ ഉത്തരമല്ല ദാവീദ് പറയുന്നത്. അതാണ് ദാവീദ്. ദൈവത്തിൻ്റെ ആ ചോദ്യം തനിക്ക് അനുതപിക്കാനുള്ള അവസരമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അതാണ് ഹവ്വയും ദാവീദും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദ് തെറ്റു ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് അവനെ കൈവിട്ട് കളയുന്നില്ല. കാരണം നമുക്ക് ബൈബിളിൽ 8855ഓളം വാഗ്ദാനങ്ങൾ തന്നിട്ടുള്ളതിൽ ഒരു വാഗ്ദാനം ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ്. ദൈവം ഇങ്ങനെ അവനോട് ചോദിച്ചു: എന്താണ് നീ എന്നെ അനുസരിക്കാത്തത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കില്ല എന്നാണ് ഞാൻ കരുതിയതെന്നൊരു വ്യംഗ്യം. നിനക്കെന്തു പറ്റി എന്ന് ചോദിക്കുന്നത് പോലെ. ദാവീദ് യാതൊരു ഉരുണ്ടുകളിക്കും പോയില്ല. സത്യസന്ധമായി പറഞ്ഞു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അപ്പോൾ നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് ദാവീദിൻ്റെ അനുതാപത്തിന് കിട്ടിയ സമ്മാനം. ഇത്തരം മറുപടി കർത്താവിന് കായനോടും ഹവ്വായോടും പറയാമായിരുന്നു. പക്ഷേ അവർ അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. അനുതാപം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ചെയ്ത കുറ്റം അംഗീകരിക്കലാണ്. അനുതാപത്തിൻ്റെ 2-ാം ഘട്ടം അംഗീകരിച്ച പാപം ഏറ്റുപറയുകയാണ്. 3-ാം ഭാഗം ഏറ്റുപറഞ്ഞ തിന്മ പിന്നീട് ആവർത്തിക്കാതിരിക്കലാണ്. പകരം സത്പ്രവർത്തികൾ പ്രായശ്ചിത്തമായും നിറവേറ്റിയാൽ ഈ നോമ്പുകാലം നമ്മിൽ ആത്മീയ വസന്തമായി വിടരും.